ഒരു സെൻ ആശ്രമത്തിൽ ഒരു കുട്ടി തൻ്റെ ഗുരുവിൻ്റെ മുറി വൃത്തിയാക്കുകയാണ്. ആ മുറിയിൽ മനോഹരമായ ബുദ്ധപ്രതിമയുണ്ട്. ഒരുപാട് പഴക്കമുള്ള പ്രതിമയാണ്. ഈ കുട്ടിയുടെ ഗുരുവിന് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നാണ് ഈ പ്രതിമ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഗുരുവാവട്ടെ അദ്ദേഹത്തിൻ്റെയും ഗുരുവിൽ നിന്നാണ് ഈ പ്രതിമ സ്വീകരിച്ചത്. അങ്ങനെ തലമുറകളായി കൈമാറി വരുന്ന വളരെയധികം പ്രത്യേകതയുള്ളൊരു പ്രതിമയാണിത്. നിർഭാഗ്യവശാൽ ഈ കുട്ടി മുറി വൃത്തിയാക്കുമ്പോൾ കൈ തട്ടി ആ പ്രതിമ താഴെ വീണു. ആ പ്രതിമ പൊട്ടിപ്പോയി. അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഗുരു ആ മുറിയിലേക്ക് വരുന്ന ശബ്ദം ഈ കുട്ടി കേട്ടു. പെട്ടെന്ന് പൊട്ടിപ്പോയ കഷ്ണങ്ങളെല്ലാം കയ്യിലേക്ക് എടുത്തിട്ട് കൈകൾ രണ്ട് പുറകിൽ വെച്ചുകൊണ്ട് കുട്ടി ഗുരുവിനെ നോക്കി. എന്നിട്ട് കുട്ടി ചോദിച്ചു, ഒരാൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടിയുടെ ഗുരു പറഞ്ഞു, ഒരാൾ മരിക്കുന്നത് അയാൾക്ക് സമയമാകുമ്പോഴാണ്. സമയമാകുമ്പോൾ എല്ലാവരും മരിക്കും. അപ്പോൾ ആ കുട്ടി പൊട്ടിപ്പോയ പ്രതിമ കഷ്ണങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പ്രതിമയുടെ സമയമായി. ഗുരു പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്നോട് നീ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും എന്ത് സംഭവിച്ചാലും നീ ഇത് ഓർക്കുക. ഈ കുട്ടിയെ സംബന്ധിച്ച് ആ വാക്കുകൾ ഗോൾഡൻ വേർഡ്സായി. അവൻ എപ്പോഴും ഈ കാര്യം ഓർക്കാൻ തുടങ്ങി. നോക്കൂ, നമുക്കും ഈ വാക്കുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് വിശ്വസിച്ചിരുന്നൊരു വ്യക്തി നമ്മളെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഓർക്കുക, അതിന് സമയമായി. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി. ഓർക്കുക, അതിന് സമയമായി. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അപ്പോഴോർക്കുക, അതിന് സമയമായി. ഇത് സ്ഥിരമായി ആത്മാർത്ഥമായ ഒരാൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അയാളുടെ ജീവിതം മാറുമെന്ന് സെൻ പറയുന്നു.